ഇത് കണ്ടോ, എനിക്ക് പോകേണ്ട വഴി തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ഫോണിലെ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് ചുറ്റുമൊന്ന് കാണിച്ചു കൊടുത്താൽ തന്നെ എനിക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് ആരോ മാർക്ക് സഹിതം ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പോകുന്ന വഴി ഉടനീളം ഇതുപോലെ ഫോണിൻ്റെ ക്യാമറ പിടിക്കുകയാണെങ്കിൽ എനിക്ക് പോകേണ്ടത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നൊക്കെ കൃത്യമായി ഇതുപോലെ ക്യാമറയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലൊക്കെ എത്തിയിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ അല്ല മുന്നോട്ടാണോ പോകേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട വഴി വളരെ കൃത്യമായിട്ട് ക്യാമറയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഗൂഗിൾ മാപ്പ് ഫോണിലുണ്ടെങ്കിൽ തന്നെ ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലം ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തെടുക്കുക. ശേഷം സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കാതെ ഇടതുഭാഗത്തുള്ള ഡയറക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി അത് കാറിൻ്റെ ഓപ്ഷനിലോ ബൈക്കിൻ്റെ ഓപ്ഷനിലോ ആയിരിക്കും ഉണ്ടാകുക. അതേ സെക്ഷനിൽ തന്നെ ട്രെയിനിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്കൊരു നടന്നു പോകുന്നത് പോലെയുള്ളൊരു ഐക്കൺ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ സ്റ്റാർട്ട് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് ലൈവ് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ചില ഫോണിൽ അത് നാവിഗേറ്റ് എന്നായിരിക്കും ഉണ്ടാകുക. ആ ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യ സമയത്ത് പെർമിഷൻ കൊടുക്കണം. പിന്നീട് നിങ്ങൾക്ക് ക്യാമറ ഡയറക്റ്റ് ഇതുപോലെ ഓൺ ആവും. നിങ്ങൾ മുകളിലേക്കും താഴേക്കും അതുപോലെ തന്നെ വശങ്ങളിലേക്കും ഒക്കെ നിങ്ങളുടെ സ്ഥലം ഇതുപോലെ കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് വരുന്നത് കാണാം. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് ആരോ മാർക്കിലൂടെ കാണിച്ചു തരും. മുന്നോട്ട് നടക്കുമ്പോൾ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എല്ലാം കൃത്യമായി കാണിച്ചു തരും. പക്ഷേ ഇത് ഗൂഗിളിൻ്റെ സ്ട്രീറ്റ് വ്യൂ ഓപ്ഷൻ ഉള്ള ഏരിയയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൻ്റെ ഉള്ളിലും വീട്ടിലേക്ക് പോകുന്ന ഊടുവഴികളിലൊന്നും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കരുത്. റോഡിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളിത് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. പിന്നെ ഗൂഗിളിൻ്റെ AR റൂളർ ഓപ്ഷൻ ഉള്ള ഫോണുകളിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ആ കാര്യം കൂടി മനസ്സിലാക്കണം. പിന്നെ നമുക്കിത് നടന്നു പോകുമ്പോൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. എങ്കിലും നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ കാറിൽ യാത്ര ചെയ്യുമ്പോഴും ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്ന് കൺഫ്യൂഷൻ വരുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഗൂഗിൾ മാപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നതെന്ന് ഗൂഗിൾ മാപ്പിന് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് ഈസ്റ്റ് വെസ്റ്റ് എന്നാണ് ഫസ്റ്റ് പറയുക. അപ്പോൾ ഇടത്തോ വലത്തോ എന്നൊന്നും മനസ്സിലാവില്ല. ആ ഘട്ടത്തിലും നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ മാപ്പ് പോലെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഉടനീളമൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ചെറിയ റോഡുകളൊക്കെയാണ് ഇത് കാണിച്ചു തരിക. കാരണം നടന്നു പോകാൻ അത്രയല്ലേ റോഡ് വേണ്ടൂ. എങ്കിലും നല്ല റോഡുകളാണ് ഇത് കാണിച്ചു തരിക. എങ്കിലും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.